നേരത്തെ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പറഞ്ഞു. ഒരു പക്ഷേ ഈ ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് തുടർച്ചയായി പല ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും നടക്കുന്ന അഴിമതി കഥകൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വരികയുണ്ടായി. അതായത് ഈ അടുത്ത് നടന്നതല്ല, എന്നോ നടന്നതാണ് എന്നുള്ളതാണ് വസ്തുത അല്ലേ? അത് വല്ലാതെ ഭക്തരെ അടക്കം വല്ലാത്ത വിഷമത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഭഗവാന് വേണ്ടി കാണിക്കയായി കൊണ്ടു ചെല്ലുന്നത് അടക്കമുള്ളതിൽ കൈയിട്ട് വാരുകയും അതെല്ലാം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുകയും ചെയ്യുമ്പോൾ എന്തുറപ്പ് എന്നുള്ള വലിയ ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് വഴിതിരിക്കാൻ ശ്രമമെന്ന് വിശ്വാസികൾ. സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും പോലീസും 20 ലക്ഷത്തിലധികം വരുന്ന രൂപയുടെ ക്രമക്കേട് നടന്ന ഫയലുകൾ മുൻ ജീവനക്കാരൻ അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിൽ നിന്നും കടത്താൻ ശ്രമിച്ചതായും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരാതി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഏതു രീതിയിൽ ഈ അഴിമതിയെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്? രോഹിണി, തിരുവല്ലം പരശുരാമ ക്ഷേത്രം നമുക്കറിയാം വലിയ രീതിയിൽ ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. മറ്റ് ഇതര സ്ഥലങ്ങളിൽ നിന്നടക്കം ദൂരദേശങ്ങളിൽ നിന്നടക്കം തിരുവല്ലത്തേക്ക് ബലിതർപ്പണത്തിനായി നിരവധി ഭക്തരാണ് എത്തുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ഒരു ദിവസം ബലി തർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രം. അങ്ങനെ ഈ ക്ഷേത്രത്തിന് ഒട്ടേറെ വൈശിഷ്ട്യമുണ്ട്, പൈതൃകമുണ്ട്. അങ്ങനത്തെ ഒരു ഭക്തർ വളരെ മാത്രമല്ല, ഈ പരശുരാമ ക്ഷേത്രങ്ങളിൽ അപൂർവമായിട്ടാണ് കേരളത്തിൽ പരശുരാമ ക്ഷേത്രങ്ങളുള്ളത്. അങ്ങനെ ഉള്ള ക്ഷേത്രങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്രമക്കേടുകൾ ആരോപണങ്ങൾ ഉയരുന്നത്. 22 ലക്ഷത്തിന് മുകളിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഭക്തർ പരാതിപ്പെടുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നെങ്കിൽ പോലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നോ ഇതിന് യാതൊരുവിധ നടപടികളും എടുത്തില്ല. ഈ ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഭക്തർ പ്രതിഷേധം നടത്തിയിരുന്നെങ്കിൽ പോലും ഈ പരശുരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ക്രമക്കേടുകളുടെ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല, ദേവസ്വം ബോർഡും തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അർദ്ധരാത്രിയിൽ ദേവസ്വം ബോർഡിലെ മുൻ ജീവനക്കാരൻ ചന്ദ്രൻ നായർ എന്ന് പറയുന്നൊരു വ്യക്തി ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ നിന്നും ബൈക്കിൽ എത്തിയതിനു ശേഷം ഫയലുകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അതായത് 22 ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായിട്ട് പറയുന്ന ആ ഫയലുകൾ അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്നും കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇതിനെ ഭക്തർ ഇടപെട്ട് തടയുകയും ചെയ്തു. ബൈക്ക് തടഞ്ഞു നിർത്തി ഈ വന്ന കാര്യങ്ങൾ, അതായത് ഇവിടേക്ക് എന്തിനാണ് എത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ പോലും അർദ്ധരാത്രിയിൽ ബലിതർപ്പണത്തിനാണ് എത്തിയതെന്നുള്ള മറുപടിയാണ് ഇദ്ദേഹം ഈ ചന്ദ്രൻ നായർ നൽകിയത്. വാച്ചർ പോലും, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ കാവലായിട്ട് വാച്ചർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ വാച്ചർ പോലും അറിയാതെയാണ് ചന്ദ്രൻ നായർ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കുകയും ഇത്തരത്തിൽ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓഫീസ് തുറന്ന് ഈ ഫയലുകൾ അവിടെ നിന്നും കടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ക്രമക്കേടുകൾ നടക്കുമ്പോൾ നമുക്കറിയാം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ നിരവധിയാണ്. ഇതിനോട് തന്നെ ശബരിമല മാത്രമല്ല, സംസ്ഥാനത്തെ ഒട്ടുമിക്ക ദേവസ്വം ബോർഡുകളിലും ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ സമാനമായ സാഹചര്യം തന്നെയാണ് ഈ പരശുരാമ ക്ഷേത്രത്തിലെയും സാഹചര്യം എന്ന് പറയുന്നത്. ആ സമയത്ത് എങ്ങനെയാണോ ഇത്തരത്തിൽ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ പറഞ്ഞ ക്ഷേത്രങ്ങളെ നേരിട്ടത്, സമാനമായ രീതിയിൽ തന്നെയാണ് പരശുരാമ ക്ഷേത്രത്തെയും നേരിടുന്നത്. യാതൊരുവിധ അന്വേഷണങ്ങളുമില്ല. ദേവസ്വം വിജിലൻസിൻ്റെ ഭാഗത്ത് തന്നെ നോക്കിയാലും ശരി, ഈ വിഷയത്തിൽ ഇത്രയും വലിയ തുക 22 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല. ആ 22 ലക്ഷം രൂപയുടെ ഒരു ക്രമക്കേടുകൾ നടന്നതായിട്ടൊരു ആരോപണം വരുമ്പോൾ ആ വിഷയത്തിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം വിജിലൻസിനുമുണ്ട്. എന്നാൽ ദേവസ്വം വിജിലൻസും ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണെന്നാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ആരും, ഈ ദേവസ്വം കമ്മീഷണർ അടക്കമുള്ളവരാരും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നില്ല. ഇത്രയും തുക എങ്ങനെ, തുകയിലുള്ള ക്രമക്കേടുകൾ എങ്ങനെയാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതിൻ്റെ സത്യാവസ്ഥ, ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നത് കണ്ടെത്തുന്നതിന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഇതിനിടയിലാണ് ഒരു മുൻ ജീവനക്കാരൻ ക്ഷേത്രത്തിലേക്ക് വരികയും അവിടെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് താക്കോൽ ആര് കൊടുത്തു എന്ന് പോലും അന്വേഷിക്കുവാൻ ദേവസ്വം വിജിലൻസോ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ താക്കോൽ ഉപയോഗിച്ച് തുറന്നുകൊണ്ട് ഫയലുകൾ കടത്തുവാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഭക്തർ വലിയ സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ആ സാഹചര്യത്തിൽ ഈ ഫയലുകൾ കടത്തിക്കൊണ്ട് ഈ വിഷയത്തെ അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമക്കേടുകളെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഫയലുകൾ കടത്തുവാനുള്ള ശ്രമം ക്ഷേത്രത്തിൽ നടന്നത് എന്നാണ്
ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്, സമരത്തിലാണ്. ഇതിൽ സത്യാവസ്ഥ കണ്ടെത്തുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തും പറയുന്നത്. സംസ്ഥാനത്തെ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്തെ ഈ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കുന്ന ഒരു സമീപനം, ക്ഷേത്രങ്ങളിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളടക്കം വിൽക്കാനുള്ള ഉത്തരവ് നേരത്തെ ഇറക്കിയിരുന്നു. അതായത് ഈ പുരാവസ്തു എന്ന് പറയുന്ന രീതിയിലുള്ള കിണ്ടി, മൊന്ത അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഓട്ടുരുളി അടക്കമുള്ള സാധനങ്ങളെല്ലാം ലേലം ചെയ്ത് വിൽക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ പോലും അത് വലിയ വിവാദമായതിനു ശേഷം പിന്നീട് അത് പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുക, ക്ഷേത്ര ആരാധനാ സമ്പ്രദായത്തെ നശിപ്പിക്കുക എന്ന ഒരു രീതി നിലനിൽക്കുന്നു. സമാനമായ രീതി തന്നെയാണ് സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ തന്നെ ക്ഷേത്രത്തെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പരശുരാമ ക്ഷേത്രത്തിൽ പ്രധാന വഴിപാടെന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ പ്രധാനമായും സാമ്പത്തിക സോഴ്സ് എന്ന് പറയുന്നത് ഈ ഭക്തർ തർപ്പണം ചെയ്യുന്ന ആ പണമാണ്. തർപ്പണത്തിനായി, ബലിതർപ്പണത്തിനായി എത്തുന്നതാണ്. വലിയ രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ, അതായത് കേരളത്തിൻ്റെ തന്നെ അങ്ങ് ദൂരദേശങ്ങളിൽ നിന്ന് എത്തുകയും ചെയ്യും. നമ്മൾ പറയുമ്പോൾ ഈ ബലിതർപ്പണത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി പറയുന്നത് ഇല്ലം, വല്ലം, നെല്ലി എന്നാണ്. ആ വല്ലം എന്ന് പറയുന്നത് തിരുവല്ലവും, ഇല്ലം വീടും, അതോടൊപ്പം തന്നെ നെല്ലി തിരുനെല്ലിയുമാണ്. ഈ 3 സ്ഥലങ്ങളെയാണ് പ്രധാനമായിട്ടും ബലിതർപ്പണം ചെയ്യാൻ പ്രധാന യോഗ്യമായ സ്ഥലമെന്ന് പറയുന്നത്. അങ്ങനെ അതിൽ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇല്ലം. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടമായ സ്ഥലം എന്ന് പറയുന്നത് വല്ലമാണ്, അത് തിരുവല്ലമാണ്. എന്തായാലും തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് അല്ലേ, ആ സാമ്പത്തിക ക്രമക്കേട് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോർക്കാൻ സാധിക്കുന്ന ഒന്നല്ല. പ്രശാന്ത് പറയുന്നത് തന്നെയാണ്, എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ബലിതർപ്പണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിനെയും എല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ അവിടെയാണ് ഈ വലിയ അഴിമതി നടന്നിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ആ അഴിമതി മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളുമാണ്.